സുഹൃത്തുക്കളെ, ഞാനൊരു ലളിതമായ പരീക്ഷണത്തോടെ തുടങ്ങാം. നിങ്ങൾ ഒരു AI ആപ്പിലേക്ക് നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ, അതിന് നിങ്ങളുടെ ആരോഗ്യത്തിന് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ലളിതമായ ഭാഷയിൽ വിശദീകരിക്കാൻ കഴിയും. എന്നാൽ ഇടതുകൈകൊണ്ട് എഴുതുന്ന ഒരാളുടെ ചിത്രം വരയ്ക്കാൻ അതേ ആപ്പിനോട് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ, ആ ആപ്പ് മിക്കവാറും അവരുടെ വലതുകൈകൊണ്ട് എഴുതുന്ന ഒരാളെ വരയ്ക്കും. കാരണം പരിശീലന ഡാറ്റ ആധിപത്യം പുലർത്തുന്നത് അതാണ്. AIയുടെ പോസിറ്റീവ് സാധ്യതകൾ തികച്ചും അതിശയകരമാണെങ്കിലും, നാം ശ്രദ്ധാപൂർവം ചിന്തിക്കേണ്ട നിരവധി പക്ഷപാതങ്ങളുണ്ടെന്ന് ഇത് കാണിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചതിന് എന്റെ സുഹൃത്ത് പ്രസിഡന്റ് മാക്രോണിനോട് ഞാൻ നന്ദിയുള്ളത്. അതിന്റെ സഹ അധ്യക്ഷനായി എന്നെ ക്ഷണിച്ചതിനും. സുഹൃത്തുക്കളെ, AI ഇതിനകം തന്നെ നമ്മുടെ രാഷ്ട്രീയത്തെയും സമ്പദ്വ്യവസ്ഥയെയും സുരക്ഷയെയും നമ്മുടെ സമൂഹത്തെയും പുനർരൂപകൽപ്പന ചെയ്യുന്നു. AI ഈ നൂറ്റാണ്ടിൽ മാനവികതയുടെ കോഡ് എഴുതുകയാണ്. പക്ഷേ ഇത് മനുഷ്യചരിത്രത്തിലെ മറ്റ് സാങ്കേതിക നാഴികക്കല്ലുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. AI അഭൂതപൂർവമായ തോതിലും വേഗതയിലും വികസിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ വേഗത്തിൽ സ്വീകരിക്കപ്പെടുകയും വിന്യസിക്കുകയും ചെയ്യുന്നു. അതിർത്തികൾക്കപ്പുറം ആഴത്തിലുള്ള പരസ്പരാശ്രിതത്വവുമുണ്ട്. അതിനാൽ നമ്മുടെ പങ്കിട്ട മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, അപകടസാധ്യതകളെ അഭിമുഖീകരിക്കുന്ന, വിശ്വാസം വളർത്തിയെടുക്കുന്ന ഭരണവും മാനദണ്ഡങ്ങളും സ്ഥാപിക്കുന്നതിനുള്ള കൂട്ടായ ആഗോള ശ്രമങ്ങൾ ആവശ്യമാണ്. പക്ഷേ ഭരണം എന്നത് അപകടങ്ങളും മത്സരങ്ങളും കൈകാര്യം ചെയ്യുന്നത് മാത്രമല്ല, നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഗോള നന്മയ്ക്കായി അത് വിന്യസിക്കുന്നതിനും കൂടിയാണിത്. അതിനാൽ നവീകരണത്തെക്കുറിച്ചും ഭരണത്തെക്കുറിച്ചും നാം ആഴത്തിൽ ചിന്തിക്കുകയും തുറന്ന ചർച്ച നടത്തുകയും വേണം. ഭരണം എന്നത് എല്ലാവർക്കുമായി, പ്രത്യേകിച്ച് ആഗോള ദക്ഷിണേന്ത്യയിൽ, പ്രവേശനം ഉറപ്പാക്കുകയാണ്. ഇവിടെയാണ് ശേഷികൾ ഏറ്റവും കുറവുള്ളത്, അത് പവർ, ടാലന്റ്, ഡാറ്റ അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ്സുകൾ എന്നിവയാകട്ടെ. സുഹൃത്തുക്കളെ, ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി എന്നിവയും മറ്റും മെച്ചപ്പെടുത്തുന്നതിലൂടെ ദശലക്ഷക്കണക്കിന് ജീവിതങ്ങളെ പരിവർത്തനം ചെയ്യാൻ AIക്ക് കഴിയും. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്ര എളുപ്പവും വേഗമേറിയതുമായ ഒരു ലോകം സൃഷ്ടിക്കാൻ ഇത് സഹായിക്കും. ഇത് ചെയ്യുന്നതിന് ഞങ്ങൾ വിഭവങ്ങളും കഴിവുകളും ഒരുമിച്ച് ശേഖരിക്കണം. വിശ്വാസവും സുതാര്യതയും വർദ്ധിപ്പിക്കുന്ന ഓപ്പൺ സോഴ്സ് സംവിധാനങ്ങൾ നാം വികസിപ്പിക്കണം. പക്ഷപാതങ്ങളിൽ നിന്ന് മുക്തമായ ഗുണനിലവാരമുള്ള ഡാറ്റാ സെറ്റുകൾ ഞങ്ങൾ നിർമ്മിക്കണം. നാം സാങ്കേതികവിദ്യയെ ജനാധിപത്യവൽക്കരിക്കുകയും ജനകേന്ദ്രീകൃത ആപ്ലിക്കേഷനുകൾ സൃഷ്ടിക്കുകയും വേണം. സൈബർ സുരക്ഷ, തെറ്റായ വിവരങ്ങൾ, ആഴത്തിലുള്ള വ്യാജങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഞങ്ങൾ പരിഹരിക്കണം. കൂടാതെ സാങ്കേതികവിദ്യ ഫലപ്രദവും ഉപയോഗപ്രദവുമാകുന്നതിന് പ്രാദേശിക ആവാസവ്യവസ്ഥയിൽ വേരൂന്നിയിട്ടുണ്ടെന്നും ഞങ്ങൾ ഉറപ്പാക്കണം. സുഹൃത്തുക്കളെ, ജോലി നഷ്ടപ്പെടുന്നതാണ് AIയുടെ ഏറ്റവും ഭയാനകമായ തടസ്സം. പക്ഷേ സാങ്കേതികവിദ്യയുടെ ഫലമായി ജോലി ഇല്ലാതാകുന്നില്ലെന്ന് ചരിത്രം തെളിയിക്കുന്നു. അതിന്റെ സ്വഭാവം മാറുകയും പുതിയ തരത്തിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. AI അധിഷ്ഠിത ഭാവിക്കായി നമ്മുടെ ആളുകളെ നൈപുണ്യത്തിലും പുനർനൈപുണ്യത്തിലും നിക്ഷേപിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, AIയുടെ ഉയർന്ന ഊർജ്ജ തീവ്രത പരിശോധിക്കേണ്ടതുണ്ടെന്നതിൽ സംശയമില്ല. ഇതിന് അതിന്റെ ഭാവി ഇന്ധനമാക്കാൻ ഹരിതശക്തി ആവശ്യമാണ്. ഇന്റർനാഷണൽ സോളാർ അലയൻസ് പോലെയുള്ള സംരംഭങ്ങളിലൂടെ വർഷങ്ങളായി ഇന്ത്യയും ഫ്രാൻസും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. AIയിലേക്ക് ഞങ്ങളുടെ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, മികച്ചതും ഉത്തരവാദിത്തമുള്ളതുമായ ഭാവി രൂപപ്പെടുത്തുന്നതിന് സുസ്ഥിരതയിൽ നിന്ന് നവീകരണത്തിലേക്കുള്ള സ്വാഭാവികമായ പുരോഗതിയാണിത്. അതേസമയം സുസ്ഥിര AI എന്നാൽ ശുദ്ധമായ ഊർജ്ജം ഉപയോഗിക്കുന്നത് മാത്രമല്ല അർത്ഥമാക്കുന്നത്. AI മോഡലുകൾ കാര്യക്ഷമവും വലിപ്പം, ഡാറ്റ ആവശ്യങ്ങൾ, റിസോഴ്സ് ആവശ്യകതകൾ എന്നിവയിൽ സുസ്ഥിരവുമായിരിക്കണം. എല്ലാത്തിനുമുപരി മിക്ക ലൈറ്റ് ബൾബുകളെക്കാളും കുറഞ്ഞ ശക്തി ഉപയോഗിച്ച് കവിത രചിക്കാനും ബഹിരാകാശ കപ്പലുകൾ രൂപകൽപ്പന ചെയ്യാനും മനുഷ്യ മസ്തിഷ്കം കൈകാര്യം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, 1.4 ബില്യണിലധികം ആളുകൾക്കായി വളരെ കുറഞ്ഞ ചെലവിൽ ഒരു ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യം ഇന്ത്യ വിജയകരമായി നിർമ്മിച്ചു. ഇത് തുറന്നതും ആക്സസ് ചെയ്യാവുന്നതുമായ നെറ്റ്വർക്കിന് ചുറ്റുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ നവീകരിക്കുന്നതിനും ഭരണം പരിഷ്കരിക്കുന്നതിനും നമ്മുടെ ജനങ്ങളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്നതിനുമുള്ള നിയന്ത്രണങ്ങളും വിപുലമായ ആപ്ലിക്കേഷനുകളും ഇതിനുണ്ട്. ഞങ്ങളുടെ ഡാറ്റ ശാക്തീകരണവും പരിരക്ഷണ ആർക്കിടെക്ചറും വഴി ഞങ്ങൾ ഡാറ്റയുടെ ശക്തി അൺലോക്ക് ചെയ്തു. കൂടാതെ ഞങ്ങൾ ഡിജിറ്റൽ കൊമേഴ്സ് ജനാധിപത്യപരവും എല്ലാവർക്കും ആക്സസ് ചെയ്യാവുന്നതുമാക്കി. ഈ കാഴ്ചപ്പാടാണ് ഇന്ത്യയുടെ ദേശീയ AI മിഷന്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് ഞങ്ങളുടെ G20 പ്രസിഡൻസിയുടെ കാലത്ത് AI ഉത്തരവാദിത്തത്തോടെ നന്മയ്ക്കായി എല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കുന്നതിൽ ഞങ്ങൾ ഒരു സമവായം ഉണ്ടാക്കിയത്. ഇന്ന് AI ദത്തെടുക്കലിലും ഡാറ്റ സ്വകാര്യത സംബന്ധിച്ച സാങ്കേതിക നിയമപരമായ പരിഹാരങ്ങളിലും ഇന്ത്യ മുന്നിലാണ്. പൊതുനന്മയ്ക്കായി ഞങ്ങൾ AI ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ AI ടാലന്റ് പൂളുകളിലൊന്നാണ് ഞങ്ങൾക്കുള്ളത്. നമ്മുടെ വൈവിധ്യം കണക്കിലെടുത്ത് ഇന്ത്യ സ്വന്തം വലിയ ഭാഷാ മാതൃക നിർമ്മിക്കുകയാണ്. കമ്പ്യൂട്ടർ പവർ പോലെയുള്ള ഉറവിടങ്ങൾ ശേഖരിക്കുന്നതിനുള്ള ഒരു അതുല്യമായ പൊതു-സ്വകാര്യ പങ്കാളിത്ത മാതൃകയും ഞങ്ങൾക്കുണ്ട്. ഇത് ഞങ്ങളുടെ സ്റ്റാർട്ടപ്പുകൾക്കും ഗവേഷകർക്കും താങ്ങാവുന്ന വിലയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്.
കൂടാതെ AI ഭാവി നല്ലതാണെന്നും എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്നും ഉറപ്പാക്കാൻ അതിന്റെ അനുഭവവും വൈദഗ്ധ്യവും പങ്കിടാൻ ഇന്ത്യ തയ്യാറാണ്. സുഹൃത്തുക്കളെ, മനുഷ്യരാശിയുടെ ഗതിയെ രൂപപ്പെടുത്തുന്ന AI യുഗത്തിന്റെ തുടക്കത്തിലാണ് നമ്മൾ. മനുഷ്യനേക്കാൾ ബുദ്ധിശക്തിയിൽ യന്ത്രങ്ങൾ ശ്രേഷ്ഠമാകുമോ എന്ന ആശങ്ക ചിലർക്കാണ്. പക്ഷേ നമ്മുടെ കൂട്ടായ ഭാവിയുടെയും ഭാഗധേയത്തിന്റെയും താക്കോൽ നമ്മൾ മനുഷ്യരില്ലാതെ മറ്റാരും കൈവശം വയ്ക്കുന്നില്ല. ആ ഉത്തരവാദിത്തബോധം നമ്മെ നയിക്കണം. നന്ദി.